എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദയാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാണ്. ഈ സമയം ആഷിത ഓടി ചെന്നിട്ട് ഇഷിതയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇഷിത പെട്ടെന്ന് ഗൈനക്കിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ സേതുലക്ഷ്മി ഡോക്ടർ ദയനെ നോക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ദയനെ നോക്കാൻ ചെന്നപ്പോഴത്തേക്കും ദയ വല്ലുവായി കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഡോക്ടർ ദയനെ ഒന്ന് പരിശോധിച്ചൊക്കെ നോക്കുകയാണ്. അപ്പൊ തന്നെ ഡോക്ടർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. പെട്ടെന്ന് പറഞ്ഞു, ആ ലേബർ റൂമിന്റെ അങ്ങോട്ട് കൊണ്ടുവരുന്നോളം പറയുന്നു, ഒന്ന് സ്കാൻ ചെയ്തൊക്കെ നോക്കണം, പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. അങ്ങനെ കൊണ്ടുവരാനായിട്ട് അങ്ങ് ചെല്ലുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇഷിത വരുന്നത്. അപ്പൊ ഇഷിതനെ കണ്ടതും സേതുലക്ഷ്മി പറഞ്ഞു, ഇച്ചിരി ക്രിട്ടിക്കലാണെന്ന് തോന്നുന്നു കണ്ടീഷൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പറയാണ്. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടർ അതിന് വേണ്ടുന്ന വിധത്തിൽ ചെയ്യണം, കാരണം കുഞ്ഞിനോ അമ്മയ്ക്കോ ഒരാപത്തും സംഭവിക്കില്ലെന്ന് പറയാം. ഇത് കേട്ട സേതുലക്ഷ്മി പറഞ്ഞു, എന്നെ കൊണ്ട് പരമാവധി മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാന്ന് പറയണം. പിന്നീട് അങ്ങോട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ദയ മാധവിന്റെ കൈയെടുത്ത് പിടിക്കുകയാണ്. കാരണം അത്രയ്ക്ക് പെയിനുണ്ട്. എന്തോ ഒരു വല്ലാത്തൊരു വിഷമം ദയയുടെ മനസ്സിലേക്ക് വരുവാണ്. മാധവണി പേടിക്കൊന്നും വേണ്ട, സങ്കടപ്പെടേണ്ട, ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ദയനെ. പക്ഷെ ദയ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നേരെ ലേബർ റൂമിൽ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയം മനസ്സിനിക്കാണ് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്താ ഏതാണെന്നും അറിയത്തില്ല. പിന്നീട് ആഷിതയോട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു പറയണം. അപ്പത്തേനും മാധവ് അങ്ങോട്ട് വന്നു. മാധവ് പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ലെന്ന് പറയണം. അമ്മയൊന്നും മിണ്ടാതിരിക്കുക, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളെന്ന് പറയണം. പിന്നീട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് കുറച്ച് സമയമായി, ഒരു വിവരമില്ല. അപ്പോഴേക്കും ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ ദയയുടെ ആൾക്കാര് ഞാൻ ഹസ്ബൻഡാന്ന് പറഞ്ഞ് മാധവ് അങ്ങ് ചെല്ലുവാണ്. സർജറി വേണ്ടി വരുന്ന ഡോക്ടർ പറയണേ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിനിക്കും എല്ലാവർക്കും കൂടി ഞെട്ടലുണ്ട്. അത് സർജറിയാ, അതെ സർജറി വേണം, പെയിൻ കൂടി വരുവാണ്, ഡെലിവറി നടക്കത്തില്ല, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഉണ്ടെന്ന് പറയണേ, ചില പ്രശ്നങ്ങൾ ഗുരുതരാവസ്ഥയിലാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മാധവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ. കാരണം ഇപ്പോഴാണെങ്കിൽ സർജറി എങ്കിലും ചെയ്യാം, പിന്നീട് അത് വല്ലാത്ത കോംപ്ലിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം അമ്മയുടെ ജീവനും അപകട നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യം മാധവും അങ്ങനെ അറിയുവാണ്. എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല. നമ്മള് ഊഹിക്കുന്നപോലെയല്ല, അതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഒരു ഇതുണ്ട്. കാരണം കൃത്യസമയത്ത് തന്നെ ഏതെങ്കിലും നല്ല നാളെ നോക്കി സർജറി ചെയ്ത് എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന് ജോത്സ്യനെ കാണാനായിട്ട് പോയതാ. പക്ഷെ മുകളിലിരിക്കുന്ന ദൈവത്തിന് പോലും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. കാരണം മനസ്സിന്റെ ഈ അഹങ്കാരം നല്ല നാള് നോക്കി കുഞ്ഞിനെ പുറത്തെടുക്കാണ്ട് തുടങ്ങി. കാരണം ദൈവമായിട്ടൊരിത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് താൻ വലിയ ആളാണ് എന്നുള്ള രീതിയിൽ വെല്ലു വിളിച്ചുകൊണ്ട് മനസ്സിന് ചെയ്യാൻ തുടങ്ങിയതാ. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഇങ്ങനെ ആയി തീർന്നു. ഇങ്ങനെ സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ മാധവ് ആ പേപ്പറിലെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സർജറിക്കുള്ള സമ്മതപത്രത്തിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുക. സൈൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിന് പറഞ്ഞു, എടാ മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ ഇവിടെ ഇവിടെയായി ഹോസ്പിറ്റലിൽ ഇഷിതയുടെ നേതൃത്വത്തിൽ എങ്ങാനും ആ സർജറി ഒക്കെ നടത്തെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു അവൾ ആ കുഞ്ഞിനെ കൊല്ലത്തുള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കിട്ടത്തില്ലെന്ന് പറയാം. ദേ അമ്മേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ മാധവ് ചോദിക്കുകയാണ്. അപ്പൊ ആഷിത പറഞ്ഞു, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ക്രൂരമായിട്ട് പറയാൻ കഴിയുന്നു? അതും ഇഷിത അവളൊരു ഡോക്ടറാണ്, അവൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് മാത്രമല്ല സർജറി ചെയ്യുന്ന അവളല്ല, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റാ, ഗൈനക്കാണ് സർജറി ഒക്കെ ചെയ്യുന്നത്. പിന്നെ എന്തിനാ അമ്മ അവളെ വെറുതെ പഴിക്കണമെന്ന് ചോദിക്കാം. ആര് സർജറി ചെയ്താലും ഇപ്പൊ അവളുടെ മേൽനോട്ടത്തിലല്ലേ ഹോസ്പിറ്റല്. അപ്പൊ അവള് പറയുന്ന പോലെ ഇവിടെയൊക്കെ നടക്കണമെന്ന് പറയാ. എനിക്കറിയാം, ഇതെന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിട്ടേക്കലെന്ന് പറയണം. ഇത് കേട്ടത് ആഷിത് പറഞ്ഞു, അന്നെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടാൻ മേലായിരുന്നോ? ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചില്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അതെങ്ങനെയാ ഇവനല്ലേന്ന് ചോദിക്കുകയാണ്. മാധവ് പറഞ്ഞു, അമ്മേ ഞാൻ അവളുടെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, എത്രയും പെട്ടെന്ന് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാ ഞാൻ നോക്കിയോളൂ എന്ന് പറയാണ്. പിന്നീട് ആഷിതയ്ക്കാണ് വല്ലാത്ത ടെൻഷൻ. ആഷിത നേരെ ഇഷിതയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുക, ക്യാബിനിലേക്ക് ചെല്ലുക. അപ്പത്തേനും ഇഷിത എവിടെ ഉണ്ട്? ഇഷിത അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാൻ ഇഷു ഇപ്പൊ എല്ലാത്ത പ്രശ്നം, എനിക്ക് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല. അവിടെയാണെങ്കിൽ അമ്മയാണെങ്കിലും മാധവാണെങ്കിലും ആപ്പാ ടെൻഷൻ അടിച്ചിരിക്കുക, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ഡോക്ടർ സർജറിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നത്തിലാ, അത് ചേച്ചിയോടായതുകൊണ്ട് തുറന്നു പറയാം. ഡോക്ടർക്ക് നല്ല സംശയമുണ്ട് ചില കാര്യങ്ങളൊക്കെ. കാരണം നല്ല പെയിനും കാര്യങ്ങളുമായിട്ടല്ലേ വന്നേ. അപ്പോൾ ഡോക്ടർ പരിശോധനയിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആശ്വസിച്ച്, എന്താ വിഷയം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ പറയാം, ചേച്ചി വെയിറ്റ് ചെയ്യാൻ പറയണം. കാരണം എടുത്തടിച്ച പോലെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലോ. കാരണം ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ, നേരത്തെ ഒന്നും പറയാനും പറ്റത്തില്ല. പിന്നീട് ആശ്വത പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ ചെയ്യുവാണ്.
പ്രഭുദേവനെ ഫോൺ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ദേവനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ പ്രഭുദേവ അങ്ങോട്ട് വരുവാണ്. കാരണം ഇന്ന് ഇഷിത ചാർജ് എടുത്തോളൂ. ഇഷിത ചാർജ് എടുത്ത് കഴിയുമ്പോൾ ഇഷിതനെ കാണാനായിട്ട് അങ്ങോട്ട് വരണം എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കൂടെ ഉണ്ടായത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആശ്രിതയും എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. പ്രഭുദേവനെ കണ്ടത് മനസ്സിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിന് പറഞ്ഞു, അല്ലേലും എനിക്കറിയാം എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഓടിപ്പടിച്ച് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ആരൊക്കെ വന്നിട്ടും കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേന്ന് പ്രഭുദേവ ചോദിക്കുകയാണ്. അത് ഇതൊരു ഹോസ്പിറ്റലാ എന്ന് പറയണ. അതെനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ മോളല്ലേ ഇവിടെ ഇപ്പോൾ CM ആയിട്ടിരിക്കുന്നത്. അവൾ മിക്കവാറും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. കാരണം അവൾക്ക് എന്നോട് നല്ല വൈരാഗ്യം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പ്രഭുദേവ പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. എൻ്റെ മോൾ അത്രക്കാരിയൊന്നും അല്ലെന്ന് പറയാണ്. അവൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് ഇഷിത അങ്ങോട്ട് വരുന്നത്. ഇഷിത പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. അങ്ങനെ പ്രഭുദേവനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. എന്തായി മോളെ കാര്യങ്ങൾ എന്താന്ന് ചോദിക്കണം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് ദയയുടെ. കാരണം കുഞ്ഞിനെ കിട്ടുമോന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. ഇത് കേട്ടതും പ്രഭുദേവ പറഞ്ഞു, ദൈവമേ ചതിച്ചല്ലോ മോൾ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ നിന്നെ മേലെ പഴിചാരും. ഉറപ്പായിട്ട് നീ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടാണെന്ന് പറയത്തോളെന്ന് പറയാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുവച്ചാ, കാരണം എനിക്കും അപ്പുറത്തേക്ക് ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇത് കേട്ടും പ്രഭുദേവ പറഞ്ഞു, അത് ശരിയാ. ചിലപ്പോൾ ദൈവത്തിന്റെ തീരുമാനം നമുക്ക് മറികടക്കാനൊന്നും പറ്റത്തില്ല. അവരെല്ലാവരും എന്ത് ക്രൂരായ സ്ത്രീയാ. കാരണം കുഞ്ഞിന് ജന്മം നൽകേണ്ട സമയത്ത് തന്നെ ജന്മം നൽകണം. പക്ഷേങ്കിൽ ആ കൃത്യമായ മുഹൂർത്തമൊക്കെ നോക്കി വെച്ച ജോൾസിനെ കുറിച്ച് മുഹൂർത്തം കുറിപ്പിച്ച ആ സമയത്ത് തന്നെ സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാനായിട്ട് അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അച്ഛാ ഇന്നത്തെ കാലത്ത് മിക്കവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്കതൊക്കെ പുതുമയായതുകൊണ്ടാ. അച്ഛനതൊന്നും ഒത്തിരി ടെൻഷൻ അടിക്കണ്ട. എന്നാലും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സാരമില്ല മോളെ, ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രഭുദേവൻ പറയാണ്. കാരണം ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് കിട്ടുന്ന ആദ്യത്തെ കൺമണിയല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ആഷിതയ്ക്കൊക്കെയാണ് നെഞ്ചിലൊരു തീയായിരുന്നു. ഈ സമയം മഹേഷ് തന്റെ കമ്പനിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അന്ന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മീറ്റിംഗ് എന്ന് നടക്കുന്നത്. അങ്ങനെ കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിവേക് ചോദിച്ചു, ആഹാ കൃത്യസമയത്ത് തന്നെ എത്തിയില്ലോ എന്ന് പറയണേ. എന്താ ഞാൻ എത്തണ്ടായിരുന്നു ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ആരാ, ഒരു ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ആരാന്ന് ചോദിക്കണം. അതറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? ഓഹോ, അപ്പം അവിടെ കാറിൽ വെച്ച് പറയുന്ന കേട്ടായിരുന്നല്ലോ. അത് പിന്നെ ഒന്നുമില്ല. സത്യം പറ, ആ ഇഷിത ഡോക്ടർ എങ്ങാനും ആണെന്ന് ചോദിക്കുക. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി, നൈബറ എന്നൊക്കെ പറഞ്ഞു. അയൽവാസി ഒരു ദരിദ്രവാസി എന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും അത് ഇഷിത ഡോക്ടറാണ്. എന്നാലും കൃത്യസമയത്ത് തന്നെ മഹേഷിനെ ഇവിടെ എത്തിച്ചില്ലേ എന്ന് ചോദിക്കണം. പിന്നെ അത് വലിയ കാര്യമായിപ്പോയി. ഒച്ച എഴുതുന്ന പോലെ ആ കാറ് വന്നേന്ന് പറയണം. അത് പറയരുത്. അങ്ങനെ എഴുതി നീങ്ങുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം. എന്നിട്ട് ഇറങ്ങിപ്പോ ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞു. താങ്ക്സ്, അവൾ 500 രൂപ മേടിച്ചെടുത്തേന്ന് പറയണം. ഇത് കേട്ടതും വിവേക് ചിരിക്കുവാണ്. അതെ, മിക്കവാറും മഹേഷിനിട്ട് ഒരു പണി തന്നായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം അഹങ്കാരം ഇച്ചിരിയൊന്നും അല്ലോ എന്ന് പറയണം. നീ ഒന്നും മിണ്ടായിരിക്കും, വാ മീറ്റിംഗ് തുടങ്ങുന്ന സമയം എന്ന് പറയണം. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മഹേഷിനെ മനസ്സിലാക്കി പെട്ടെന്ന് ഇഷിതയുടെ മുഖം വന്നു. കാരണം താൻ അത്രയൊക്കെ ക്രൂരമായിട്ട് അവളോട് പെരുമാറിട്ട് പോലും അവൾ പറഞ്ഞ് ചിപ്പിമോളെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ മഹേഷിന് എന്തെങ്കിലും താല്പര്യമുണ്ടെ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ചെന്നിട്ട് ചിപ്പിമോളെ വിളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ താനപ്പോൾ എതിർക്കുക ചെയ്തേ, വേണ്ടായിരുന്നു. അങ്ങനെയൊന്നും അവളോട് ദേഷ്യപ്പെട്ട് പറയണ്ടായിരുന്നു. അവളുടെ ചിപ്പിമോളുടെ സൗണ്ടെങ്കിലും തനിക്ക് കേൾക്കായിരുന്നു. അങ്ങനെ ഒരു ചിന്തയൊക്കെ മഹേഷിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ചിപ്പിമോൾ ആകെപ്പാടെ സങ്കടത്തിലായിരുന്നു. ചിപ്പിമോൾക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം അവിടെ ഒരു ഒറ്റപ്പെടല ഫീൽ ചെയ്യുന്നത്. ആകെപ്പാടെ മിണ്ടാനും പറയാനും ആയിട്ട് സൗദാമി മാത്രമേ ഉള്ളൂ. പിന്നെ രചന രാവിലെ ചിലപ്പോൾ പാർട്ടിക്കോ അല്ല എന്തിനും കാര്യത്തിനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സമയത്തായിരിക്കും വരുന്നത്. അത്ര സമയം വരുന്നത് ചിപ്പിമോള് അകത്ത് തന്നെ ഇരിക്കണം. ക്ലാസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ക്ലാസ് ഇല്ലെങ്കിൽ ചിപ്പിമോൾക്ക് വല്ലാത്ത ടെൻഷനാണ്. ക്ലാസ്സിൽ പോയാൽ പിന്നെ അവിടെ ചക്കിയൊക്കെ കൂട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴാണ് ചിപ്പിമോൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ചിപ്പിമോൾക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ചിപ്പിമോൾ വല്ലാത്ത സങ്കടത്തിലുമായിരുന്നു. ആ സമയത്ത് സൗദാമിനി അങ്ങോട്ട് വന്നു. സൗദാമിനി വന്നു കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾ, അതെ ആയമ്മേ, എനിക്ക് എൻ്റെ ഇഷിതാമ്മേനെ ഒന്ന് ഫോൺ ചെയ്ത് തരാമെന്ന് ചോദിക്കുക. നമ്മളെ എനിക്ക് ഇഷിതാമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറയാം. ഞാൻ ഇപ്പം തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൗദാമിനി ഫോൺ ചെയ്യുകയാണ് ഇഷിതേനെ. അങ്ങനെ ഇഷിതേനെ ഫോൺ ചെയ്തിട്ട് ചിപ്പിമോൾക്ക് കൊടുക്കുകയാണ്. ചിപ്പിമോൾ ഇഷിതാമ്മയ്ക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുക. അതെ മോൾക്കോ? എനിക്ക് ഇഷിതാമ്മേനെ കാണാൻ തോന്നുന്നുണ്ട്. ഇഷിതാമ്മ എൻ്റെ അടുത്തേക്ക് വരുമോയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഇഷിത പറഞ്ഞു, ഞാനേ പിന്നെ വരാട്ടോ, ഇപ്പം ഇഷിതാമ്മ ഇത്തിരി തിരക്കില്ലാന്ന് പറയാ. അതെന്താ ഇഷിതാമ്മ അങ്ങനെ? അതെ മോളെയും കൂടെ വന്ന് കൊണ്ടുപോകും, മോളവിടെ വരാം. ഹോസ്പിറ്റലാണ്, മോൾ അവിടെ വന്ന് ഇരിക്കാന്ന് പറയണേ. അതൊന്നും പറ്റത്തില്ല, അറിയാലോ. മോളുടെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകത്തില്ലേ? അതുകൊണ്ട് പിന്നെ ഇഷിതാമ്മ കാണാൻ വരാന്ന് പറയണം. പക്ഷേങ്കില് വല്ലാത്ത സങ്കടമായിപ്പോയി ചിപ്പിമോള് സങ്കടത്തോടുകൂടിയാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും
വല്ലാത്തൊരു വിഷമമൊക്കെ ഇഷിതയ്ക്കും വന്നു. പാവം കുഞ്ഞ് തന്നെ കാണുമെന്ന് ഒത്തിരി ആഗ്രഹിച്ച, പക്ഷെ തന്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇവിടുത്തെ ഇതല്ല. കാരണം ആകെപ്പാടെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. അന്ന് ചാർജ് എടുത്തോളൂ, ചാർജ് എടുത്ത ദിവസം തന്നെ ഇങ്ങനെയൊരു അത് സ്വന്തം കുടുംബത്തിനൊരു കാര്യം തന്നെ വന്നല്ലോ എന്ന് ഓർത്തിട്ട് ഇഷിതയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴേക്കാണ് സേതുലക്ഷ്മി ഡോക്ടർ ഇഷിതേനെ അങ്ങോട്ട് വിളിക്കുന്നത്. ഇഷിത അങ്ങോട്ട് ചെന്ന്, എന്താ ഡോക്ടർ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെ, ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. എന്താ ഡോക്ടറെ? അതെ, കുഞ്ഞ് വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു പറയാം. അതെ, ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെ, കുഞ്ഞ് മരിച്ച അവിടെ കൊണ്ടുവന്നേ സർജറി ചെയ്ത് ഞങ്ങള് കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ടെന്ന് പറയാണ്. എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, പരിശോധിച്ച് നോക്കിയപ്പോഴെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇത് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇഷിതയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇഷിത ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നിട്ട് ആഷിതനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. ആഷിത വന്നു. എന്താ എന്താ ഇഷിത, എന്താ കാര്യം എന്ന് ചോദിക്കണം. ഇഷു, നീ കാര്യം എന്താന്ന് പറയാം. നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം. എന്താ? അതെ, ചേച്ചി സങ്കടപ്പെടാൻ വേണ്ടി പറയുന്നതല്ല, ഇത് ചേച്ചി തന്നെ അവരോട് ഇത് കാര്യങ്ങൾ പോയി പറഞ്ഞാൽ മതി എന്ന് പറയണം. പിന്നെ ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ. നമുക്ക് മേലെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറയണം. ദയയുടെ കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ല. കാരണം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി തന്നെ ദയയുടെ കുഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അത് വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചു. അപ്പം ജീവനില്ലാത്തൊരു കുഞ്ഞിനെയാണ് സർജറി ചെയ്ത് പുറത്തെടുത്തതെന്ന് പറയണം. ഇത് കേട്ടതിന് ഇഷിത ചോദിച്ചു, ആഷിത ചോദിച്ചു, എന്താ ഈ പറയണേ? ഇഷു, നീ എന്താ പറയണെന്ന് ചോദിക്കുക. സത്യം ചേച്ചി പറഞ്ഞേ, ആ കുഞ്ഞു മരിച്ചു പോയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആഷിത, ദൈവമേ, ഇനി ഞാൻ എങ്ങനെ ഇതെന്ന് പറയുമെന്ന് പറയാം. എനിക്കറിയത്തില്ല, എന്തായാലും സംഭവിച്ചു വേണ്ട എല്ലാ കുറ്റം നിന്റെ തലയിലേ വരുള്ളൂ. നീ മനഃപൂർവ്വം എന്തോ ചെയ്ത പോലെ അവർ പറയത്തുള്ളൂ എന്ന് പറയാം. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരൊരു പക്ഷെ നേരത്തെ എത്തിക്കുമായിരുന്നെങ്കിൽ എന്തേലും ചെയ്യായിരുന്നു. പക്ഷെ ഇതിപ്പോൾ പെയിനുമായി ഇത്ര ആയി, ഇതിനൊക്കെ ശേഷമല്ലേ. പിന്നീട് ആഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് വരുവാണ്. ആ സമയം മനസ്സിനെയും മാധവൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആഷിതയ്ക്ക് എങ്ങനെ ഇത് പറയണമെന്ന് അറിയത്തില്ല. ആഷിതയുടെ മുഖം കരയുന്ന പോലെ ഇരിക്കുന്നുള്ളതിന് മാധവ് ചെന്നിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ആഷിത രണ്ട് കണ്ണും നിറഞ്ഞൊന്ന് മനസ്സിന് ചോദിച്ചു, എന്താ കാര്യം, എന്താണെന്ന് ചോദിക്കണം. പിന്നീടാ പറഞ്ഞേ, കുഞ്ഞു മരിച്ചുപോയ കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ. എല്ലാത്തിനും കാരണം ഇഷിതയാണ്. അവൾ എൻ്റെ കുഞ്ഞിനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൊലമ്പിക്കൊണ്ടിരിക്കുക. ഇത് കേട്ടോണ്ട പ്രഭുതാവേ അങ്ങോട്ട് വരുന്നത്. പ്രഭുതാവയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തൻ്റെ മോളുടെ കുറ്റം കൊണ്ടാ. തൻ്റെ മോള് ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ടിരിക്കുന്ന ഹോസ്പിറ്റലാണല്ലോ. അപ്പം പോരാത്തിന് മാധവനോടുള്ള ദേഷ്യം കൊണ്ട് അവൾ മനഃപൂർവ്വം കുഞ്ഞിനെ കൊന്നതായിട്ടാണ് ഇപ്പം മനസ്സിനിക്ക് തോന്നുന്നതെന്ന് തോന്നി. പക്ഷേങ്കിൽ പ്രഭുതയ്ക്ക് നല്ല ദേഷ്യവും വന്നു ആ സമയത്ത്. പ്രഭുദേവ് ചെന്നിട്ടുണ്ട്, ഇതേ അനാവശ്യം പറയരുത്, ഹോസ്പിറ്റലാണെന്ന് ഞാൻ നോക്കത്തില്ല. അപ്പത്തേനും സേതുലക്ഷ്മി ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഡോക്ടറെ കണ്ടതും മനസ്സിനെ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്താ ഡോക്ടറെ, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയ, എൻ്റെ മകൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് ചോദിക്കാം. അതെ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആ കുഞ്ഞ് വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. ജീവനില്ലാത്ത കുഞ്ഞിനെ ഞങ്ങൾ സർജറി ചെയ്തെടുത്തേ. ഭാഗ്യം കൊണ്ട് അമ്മയുടെ ജീവനൊരു കുഴപ്പവും പറ്റിയില്ല. അമ്മേനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. അതെങ്കിലും നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറ. ഒരാളെങ്കിലും തിരിച്ചു കിട്ടിയില്ല എന്ന് ഓർത്തുണ്ട്. കാരണം അമ്മയ്ക്കും അപകടം സംഭവിക്കേണ്ട. ദൈവത്തിന് കൃപാടാവശ്യം കൊണ്ട് അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറയാം. ഇത് കേട്ടതും മനസ്സിനെയും മാധവൊക്കെ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇനി ഇതിന്റെ പേരിൽ ഇഷ്ടതയ്ക്ക് ഇനി എത്ര കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനിയിപ്പം മനസ്സിന് ഇതും കൊണ്ട് മാനസാന്തരപ്പെടുമോന്ന് അറിയത്തില്ല. കാരണം മനസ്സിന്റെ സ്വഭാവം വെച്ച് മാനസാന്തരപ്പെടാൻ വഴിയൊന്നുമില്ല. കാരണം അവർക്ക് എത്ര കിട്ടിയാലും മതിയാകത്തില്ല. ദൈവത്തെ പോലും വെല്ലുവിളിച്ച് വലിയ അഹങ്കാരം കാണിച്ച് നടന്ന ഇഷിതയ്ക്ക് പ്രസവിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിതനെ കുറെ കളിയാക്കിയതാ. തന്റെ മാധവിന് കുഞ്ഞുണ്ടാവും, നീ കണ്ടോളെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പോയതാ. അങ്ങനെ ആ വെല്ലുവിളിക്ക് ദൈവമായിട്ടൊരു പണി കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് രാവിലെ വരാട്ടോ. അപ്പം എല്ലാം മറക്കാതെ ഒരു കണ്ണെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു.